ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പൊതുവേ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാറുള്ളത് സാധാരണ മെത്തേഡിൽ. പക്ഷേ ഇന്ന് ഞാൻ ഷവർമയുടെ ഫില്ലിങ് വെച്ചിട്ടാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ യൂട്യൂബിൽ ഞാൻ ഈ ഒരു രീതിയിലുള്ള ചട്ടിപ്പത്തിരി കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുബൂസ് വെച്ചിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നമുക്ക് ഒരു അരക്കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാല് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ പാൽപ്പൊടി കലക്കിയിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് മൈദയിലല്ല നമ്മളിത് ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്കിനി ഇതിലേക്ക് പൊടി ആവശ്യമുണ്ട്. ഈ ഒരു പാലിനും വെള്ളത്തിനൊക്കെ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്തിട്ട് വേണം ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കും കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിലൊരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ ഒലിവ് ഓയിലാകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്ടിപ്പത്തിരി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുബൂസിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് നിങ്ങൾ കുബൂസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും മാവ് കുഴച്ച് വെക്കണം. അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. അപ്പോൾ അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമേ. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ആ സമയം വരെ ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ചിക്കൻ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാമോളം ബ്രസ്റ്റ് പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒലിവ് ഓയിലിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കേ വേണ്ടൂ. ഒലിവ് ഓയിലിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുമ്പം ശരിക്കും ഒരു പെർഫെക്റ്റ് ഷവർമയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്താലും മതി. ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വേവിച്ചിട്ട് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒലിവ് ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് വെച്ചിട്ട് 6 ചപ്പാത്തി ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയൊക്കെ വിതറി അത്യാവശ്യം നല്ല ഒരു റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കണം. ഇപ്പോൾ പരത്തിയെടുക്കുന്നത് നിങ്ങളെ സോസ് പാൻ ഒന്ന് നോക്കണം. നല്ല ചെറുതായി പോയാൽ സോസ് പാൻ്റെ താഴെ ഒരു ലെവലിലാണ്ട് കിടക്കും. അപ്പോൾ സോസ് പാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അധികം കുറേ പൊടിയൊന്നും ഇട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കണ്ട. ആ ഒരു പൊടിയൊക്കെ കരിഞ്ഞ് പിടിച്ച് ഒരുമാതിരി ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സോസ് പാനിൽ വെച്ച് നോക്കിയപ്പം എൻ്റെ സോസ് പാൻ താഴ്ഭാഗം അധികം ഫ്ലാറ്റ് അല്ല. എന്നാലും ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ബാക്കിയെല്ലാം ചപ്പാത്തിയും ഞാൻ പരത്തിയെടുക്കുന്നത്. നല്ല വലിപ്പം കുറച്ചിട്ട് പരത്തിയെടുക്കരുത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. പരത്തി വെച്ച ഓരോ പത്തിരിയായിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നല്ലോണം കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും കുക്കാവാതെ ഇരിക്കരുത്. ഒന്ന് കുക്കായി കിട്ടണം. പിന്നെ ഞാനില്ലേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. നല്ല ചൂടായിട്ടൊന്നല്ല. നല്ല ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടപാട് ഞാൻ ആ കുബൂസിൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ വലിയ ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കും. പിന്നെ അതങ്ങ് റെഡിയായി കിട്ടിക്കോളും.
നന്നായിട്ട് കറുത്ത് പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഓവറായിട്ട് പൊടിയൊക്കെ ഇട്ട് പരത്തുമ്പം നമ്മുടെ പാനിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുമ്പം കാണുന്നില്ലേ, ഒരു കറുത്ത് പൊടി ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയണം കേട്ടോ. നമ്മൾ പിന്നെ ചട്ടിപ്പത്തിരി മൈദ ദോശ വെച്ചിട്ടും ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ എല്ലാ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു അരക്കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഭാഗം ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ആ ഫലാഫിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ചിക്കൻ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫില്ലിങ്ങിൽ ഉപ്പ് കുറവ് ഉണ്ടാവും. അപ്പോൾ ചിക്കനിലൊക്കെ ഉപ്പ് കൂടിപ്പോയിന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കിയപ്പോൾ ചിക്കനിൽ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് കെച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി ലെയർ ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്താലും മതി. പക്ഷെ അത് ആ സമയത്ത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പണിയല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ഫില്ലിങ്ങിൽ മിക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പത്തിരി ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയുടെ ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ചട്ടിപ്പത്തിരി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുട്ടയും പാലൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്ക്ക് പകരം ഓയിലോ ഒലിവ് ഓയിലോ ഗ്രീസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ താഴ്ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിലേക്ക് പത്തിരി മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പത്തിരി വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് ഓവറായിട്ട് അങ്ങ് സ്പ്രെഡ് ആവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഫില്ലിംഗ് അങ്ങ് പുറത്തേക്കൊന്നും പോവില്ല. ഇതിൻ്റെ മുകളിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത പത്തിരിയായിട്ട് വെക്കാം. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ കെച്ചപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പത്തിരീൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫില്ലിങ്ങിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം കെച്ചപ്പ് ചേർത്താൽ മതി, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച 6 പത്തിരിയും. അവസാനം പത്തിരിയുടെ ലെയറാട്ടോ വരുന്നത്. അപ്പോൾ പത്തിരിയുടെ ലെയറും ആയിക്കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കണം. സൈഡിലും മുകളിലും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു പത്തിരിയും മുട്ടയുടെ മിക്സും കൂടി ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വിടവ് വന്നിട്ട് ഫില്ലിങ് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പത്തിരിയും മുട്ടയുടെ മിക്സും കൂടി ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കുക, അതായത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി നമ്മളിത് ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെക്കാട്ടോ. ഉൾഭാഗമൊക്കെ റെഡിയാക്കി കിട്ടേണ്ടതാണ്. ഉൾഭാഗത്തൊക്കെ മുട്ട നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ നിങ്ങളുടെ സ്റ്റൗവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും. ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പം ആ ഒരു നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്കാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്.
അത് നേരത്തെ പറഞ്ഞ പോലെ നെയ്യോ പിന്നെ ഓയിലറ്റം ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതൊരു 2-3 മിനിറ്റ് മതിയാവും. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സോസ് പാൻ്റെ ആ താഴ്ഭാഗം ഒരു ഷേപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. താഴ്ഭാഗം ഒരു റൗണ്ട് പോലെയാണ്, ശരിക്കും ഒരു ഫ്ലാറ്റ് ആയിട്ടല്ല ആ ഒരു സോസ് പാൻ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചട്ടിപ്പത്തിരി, ഷവർമ ചട്ടിപ്പത്തിരി. ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.